ഞാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഇയാളാരാ? ഞാൻ പറഞ്ഞ റോയ് ഇയാളാണ്. ചെയ്ത ഹെൽപ്പിനെല്ലാം നന്ദി. ഇന്നു മുതൽ നീയും എന്റെ ആളാ. വെൽ, നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കഥ കേൾക്കണം. നിന്റെ അച്ഛൻ മിലിറ്ററി ലാംപ്സ് ഡിസൈനർ ആയിരുന്നു. അയാൾ ഒരു വെപ്പൺ കണ്ടുപിടിച്ചു. ഇറ്റ്സ് എ റെവല്യൂഷണറി ആം. ആ ഡിസൈൻ എനിക്ക് വേണമായിരുന്നു, കാരണം അതാണ് എന്റെ ബിസിനസ്. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ നിന്റെ അച്ഛനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ധൻരാജിനെ കിട്ടി. ഇയാളെ ഉപയോഗിച്ച് നിന്റെ അച്ഛനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ മരിച്ചു. ഓഫ് കോഴ്സ് ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിനക്കൊരു സർപ്രൈസ്. നിന്റെ അച്ഛൻ ജീവനോട്. ഞാൻ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിന്റെ അച്ഛനെ കൊണ്ട് ആ വെപ്പൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരു 6 മാസം കൊണ്ട് അത് പൂർത്തിയാവേണ്ടതാ. പക്ഷെ നിന്റെ അച്ഛൻ എനിക്കൊരു സർപ്രൈസ് തന്നു. എന്റെ ഫാമിലിയെ എനിക്ക് കാണണമെന്ന്. അന്ന് തൊട്ട് നിന്നെ ഞാൻ അന്വേഷിക്കുന്നതാ. ഇപ്പോഴാ കയ്യിൽ കിട്ടിയത്. മേജർ, മേജർ, ഫാമിലി നടിക്കടി പറയാറില്ലേ, ഇതാ നിങ്ങളുടെ മകൻ. നീ ഇയാളുടെ മകൻ തന്നെയാണോ അതോ ഞങ്ങൾ എന്തെങ്കിലും നാടകം കളിക്കുന്നതാണോ എന്ന് ഇയാൾക്കൊരു സംശയമുണ്ട്. ഇത്തരം സീരിയസ് കാര്യങ്ങളിൽ ഞാൻ നാടകം കളിക്കാറില്ല. നീയാണ് മകനെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്. പ്രൂവ് ഇറ്റ്. നോക്കടോ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ എന്റെ കുടുംബത്തെ മറന്നൊരു ജീവച്ഛവും പോലും ഇവന്റെ കൂടെ ജോലി ചെയ്യുക. സത്യം പറ, നീ ആരാ? അച്ഛാ, ഞാൻ അച്ഛന്റെ മോൻ തന്നെയാ. ഒരു മിനിറ്റ് അച്ഛാ. ഹലോ അമ്മേ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാം. ഹലോ ചന്ദ്രേട്ടാ. ഇന്ദിര, ആരാടാ സെന്റിമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞത്? കണ്ടില്ലേ അയാളുടെ ഇമോഷൻസ്? ബാബുജി, അധിക നേരം അച്ഛനെയും മോനെയും കൂടെ ഐലൻഡിൽ തനിച്ചു നിർത്തുന്നത് ശരിയല്ല. അവൻ ആള് വിളഞ്ഞ വിത്താ. ഓക്കെ, ഷിഫ്റ്റ് ചെയ്തേക്കാം. അച്ഛാ, അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അച്ഛൻ തയ്യാറാക്കാൻ പോകുന്ന ഈ ആയുധം അവരുടെ കയ്യിലെത്തില്ല. അച്ഛന് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഞാൻ കേട്ടിട്ടുണ്ടാ നീ വലിയ കില്ലാടിയാണ്. കൊണ്ടുപോകുമല്ലേ? നിന്റെ അച്ഛനെ നീ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലേ? ഈ ഐലൻഡ് ഒന്ന് ട്രേസ് ചെയ്യാൻ പോലും നിന്നെ കൊണ്ടാവില്ല. 14 രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ എന്റെ പേര് കേട്ടാൽ മതി ഞെട്ടി വിറയ്ക്കും. ഷൂട്ട് ചെയ്യട്ടെ? നിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്യട്ടെ? മേജർ, ഇന്നു മുതൽ നിങ്ങളുടെ മകൻ എന്റെ ഒപ്പം കൽക്കട്ടയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ 1 മന്ത് കൂടി സമയം തരുന്നു. അതിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 1 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ പീസായി കാണേണ്ടി വരും. മൈൻഡ് ഇറ്റ്. നോ 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 പ്ലീസ്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഫിനിഷ് ഇറ്റ്. ചോട്ട എവിടാ? ആരുടെ അവൻ കണ്ണുരുട്ടി നോക്കുന്നു? നമ്മുടെ മേജർ സാബിന്റെ മോനാ. ഇനി അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ ഇവിടുന്ന് എങ്ങോട്ടും ചാടി പോകാതെ നോക്കേണ്ട ചുമതല നിനക്ക്. അയ്യോ, ഇത്ര റിസ്ക് ഉള്ള പണിയൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ഇവനെ കൺട്രോൾ ചെയ്യുന്ന ഇത്തിരി കഷ്ടപ്പാടാ. എന്താ പറഞ്ഞ? വേലിയെ കിടന്ന് പാമ്പിനെ എടുത്തേ കോട്ടയത്ത് വെച്ച് പോലായി പോകും. എന്താടാ? ഇപ്പോ കോടിക്കണക്കിന് ചെലവ് ചെയ്തല്ലേ ആ വെപ്പൺ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിയുന്നവരെ ആ മേജർ നമ്മൾ കൊല്ലും എന്ന് പറയുന്നല്ലാതെ കൊല്ലില്ലല്ലോ. കൊല്ലില്ല. ആ വിവരവും മനസ്സിലാക്കിയ പിന്നെ ഇവനോട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചാടി പോവില്ല. അവനെ ഷൂട്ട് ചെയ്യരുത്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കാണ് നഷ്ടം. പോയി പിടിക്കണം. ശരിയെന്നാ.
അത്രയ്ക്ക് അടച്ചല്ലോ അല്ലേ? ഇനി അവൻ രക്ഷപ്പെടില്ല. ഡാ, പിടിക്കണം അവനെ. ഏയ്! നിർത്ത്. ഇവിടെ കൊണ്ട് നിർത്തിക്കോ. നിന്റെ അഭ്യാസങ്ങളൊക്കെ മതി. ഇപ്പൊ നീ രക്ഷപ്പെട്ടാ വെട്ടിലാകുന്നത് ഞാനാ. നിന്നെ ഞാൻ വിടില്ല. വാടാ വരാൻ. ഹലോ നന്ദു, നർസി, നീ പെട്ടെന്ന് അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നർസി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം പറയുന്ന കേക്ക്. ശരി. ഏയ്, move. ഏയ്! ഏയ്! അവൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറഞ്ഞത്? അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അണ്ണാ. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വേണ്ടായിരുന്നു. അവനങ്ങനെ ചാടിപ്പോന്നവനൊന്നുമല്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ പിന്നില് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കും സാറേ. അണ്ണനെ വെറുതെ പേടിപ്പിക്കാതെ. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതല്ലണ്ണ. ആ മേജറെങ്ങാനും ഫോൺ ചെയ്ത് മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ദേ ഫോണ്. മേജറാണോ അണ്ണ? അതേടാ. എന്നാ വായി പൊളിച്ചിരിക്കാതെ എന്തെങ്കിലും പറയാൻ നോക്ക്. പറയ്. ഹലോ. ബാബുജി, എന്റെ മോന്റെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുക്ക. ആഹാ. അവൻ ഇവിടെ ഇല്ല. അവൻ പുറത്ത് കറങ്ങാൻ പോയിരിക്കെ. ഞാനെന്താ തന്റെ പേഴ്സണൽ സെക്രട്ടറി മറ്റോ ആണോ? പറയുമ്പോ തന്നെ കൊണ്ടുപോയി ഫോൺ കൊടുക്കാൻ. ഐ എം സോറി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ മോനോട് ഏയ്, സംസാരിക്കണം. ഹലോ. എന്താ അങ്ങേര് പറഞ്ഞേ? മോന്റെ അടുത്ത് സംസാരിച്ചിട്ട് ജോലി തുടങ്ങുന്നാണോ? വാ പൊളിച്ച കൊന്നുകളെ നിന്നെ. ഇതൊക്കെ നീ എങ്ങനെയാടാ മുൻകൂട്ടി അറിയുന്നത്? അയ്യോ അണ്ണ, എനിക്ക് ഒരു ചാൻസ്. ഹൈദരാബാദിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ പൊക്കിക്കൊണ്ട്. നീ എങ്ങനെ കൊണ്ടുവരുന്നാടാ? ഹൈദരാബാദിലാണ് റസൂലിന്റെ ഗ്യാങ് ഉള്ളത്. അതിലെന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ എന്നെ സഹായിക്കും. റസൂൽ ഗാങ്ങിൽ ഒരുത്തം പോലും ബാക്കിയില്ല. സകല എണ്ണത്തിനെ അവൻ കൊന്നു തള്ളി. എന്റെ സാറേ, നാക്കെടുത്ത് വളയ്ക്കാതെ. വായി നല്ലതൊന്നും വരില്ലേ? എന്റെ ഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അണ്ണ, എനിക്ക് ഒരു ചാൻസ് ആണ്. ഫോൺ ചെയ്യ്. ഏയ്, സ്പീക്കർ ഓൺ ചെയ്യ്. ഒന്നുകൂടെ വിളിച്ചോട്ടെ. എത്ര നേരമായടാ പുല്ലേ? ഒന്ന് ഫോൺ എടുക്കടാ. എടുക്ക്. യെസ്, ഭാഷ ഡ്രൈ ക്ലീനേഴ്സ്. ഭാഷാഭായ്, ഇത് ഞാനാ. കൽക്കട്ടന്ന് ചോട്ടാഭായ്. ആ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പോക്കരെ എന്ന് വിളിക്കില്ലായിരുന്നോ? അത് ഞാനാ, കൽക്കട്ട ചോട്ടാ. നീ ആരായിരുന്നാലും ശരി, പാന്റിന് 15 രൂപ, ഷർട്ടിന് 10 രൂപ, അണ്ടറിന് 5 രൂപ. 2 പാന്റ് തന്നാൽ ഒരു ഷർട്ട് ഫ്രീ, 2 ഷർട്ടിന്റെ കൂടെ ഒരു അണ്ടർ ഫ്രീ. റേറ്റിൽ മാറ്റമില്ല. നിങ്ങൾക്ക് ഭ്രാന്തായി പോയോ ഭാഷാഭായ്? ഭ്രാന്തായതല്ല, ഒരുത്തിനാക്കിയതാ. അവൻ ഞങ്ങളുടെ പിള്ളേരെല്ലാം ഫീൽഡിൽ നിന്ന് ക്ലീൻ ചെയ്തു. ഫൈനാൻസിൽ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈ ക്ലീൻ ഷോപ്പ് തുടങ്ങി. എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഭാഷാഭായ്. മനുഷ്യരുമായിട്ട് ഇപ്പൊ എനിക്ക് യാതൊരു സഹവാസവും ഇല്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ല എന്റെ കാര്യം പോക്കാ. കുഞ്ഞുനാൾ ഞാൻ എത്ര തീപ്പെട്ടിപ്പടം തന്നിട്ടുണ്ട്. പ്ലീസ്. നീ എന്റെ പഴയ കൂട്ടുകാരനായോണ്ട് എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. Come here. താങ്ക് യു അണ്ണാ. എന്റെ ഫ്രണ്ട് ജീവനോടെ തന്നെയുണ്ട്. മേജറിന്റെ മോനുമായി ബന്ധമുള്ള ആരെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. എന്നെ വിശ്വസിക്ക്. ഓക്കെ, നീ കൊണ്ടുവരും. പക്ഷെ അതെങ്ങനെ ഈ രക്ഷപ്പെട്ടവനെ നമ്മൾ അറിയിക്കും? അത് അപ്പോഴത്തെ കാര്യമല്ലേ സാർ? വെറുതെ കരിനാക്ക് വളയ്ക്കാതിരിക്കുക. ആദ്യം അവന്റെ ഫോട്ടോ എന്റെ സെല്ലിലേക്ക് അയക്ക്. ഫോട്ടോ എന്തിനാ? ആളെ നീ കണ്ടതല്ലേ? ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കണ്ടതാണ് സാർ. പക്ഷെ എന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കണ്ടേ? ആ, കുട്ടിക്കാലത്തെ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത് നീ ഇവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോടാ? ഇവന്റെ അടുത്തേക്ക് പോയി ചാകും. പോയില്ലെങ്കിലും ചാവും. എന്നെ എങ്ങനെങ്കിലും ഇവന്റെ അടുത്ത് നിന്ന് എത്തിക്കുമായി. നോ, നിന്നെ ഞാൻ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. ഇവനെപ്പോഴൊരിക്കുന്ന വേറൊരു പൂജാരി ഉണ്ട്, അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവനെ പോലൊരു പൂജാരി ഉണ്ടോ? ഫോട്ടോ കാണിക്കേ. ആ, ഇവനെ കണ്ട് പേടിച്ചോടിയപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോ ഇവന്മാർ 2 പേരാ. അപ്പോ ഇവന് പകരം അവനെ കൂട്ടിക്കൊണ്ടു പോകാം അല്ലേ? യെസ്. അണ്ണനെങ്ങാനും തിരിച്ചറിയൂ? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അണ്ണന്റെ കാര്യമായതുകൊണ്ടാ. എനിക്ക് അത്ര വിശ്വാസം പോരാ. എനിക്കോ കഴിഞ്ഞില്ല. പിന്നെ നിന്റെ ഒരു ഉണക്കയാണ്. അല്ല, ഈ പൂജാരി നമ്മുടെ കൂടെ വരുമോ? പൂജാരിയല്ലേ, പണം കൊടുത്താൽ എന്ത് കർമ്മവും ചെയ്യും. 1 കോടി വേണേ